മാത്രമാണ്. ചായ കുടിക്കാൻ പോകുന്നു. ഇപ്പൊ ഗവർണർ ഇതുവഴി വരുമ്പോൾ ഡിവൈഎഫ്ഐക്കാരെ പേടിച്ചാണ് ഗവർണർ പോകുന്നതെന്നുള്ളത് നമുക്കറിയത്തില്ല. ഞാൻ ഡിവൈഎഫ്ഐയുടെ ബോക്സ് സെക്രട്ടറി ആയതുകൊണ്ടായിരിക്കാം എന്നെ പിടിച്ചു തന്നത്. ഡിവൈഎഫ്ഐക്കാരൻ നാട്ടിലുള്ളതുകൊണ്ട് ഗവർണർക്ക് റോഡിൽ ഇറങ്ങാൻ പേടിയായിരിക്കാം. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിയോ ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റിയോ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് കമ്മിറ്റിയോ ഗവർണറെ കരിങ്കൊടി കാണിക്കാനായിട്ട് തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ അങ്ങനെ ഒരു ക്യാമ്പയിൻ എടുത്തിട്ടുമില്ല. അങ്ങനെ ഒരു ക്യാമ്പയിൻ എടുത്താൽ ഇനി എത്ര പോലീസ് വന്നാലും പട്ടാളം വന്നാലും ഡിവൈഎഫ്ഐ കരിങ്കൊടി കാണിക്കും. ഞങ്ങളുടെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു ക്യാമ്പയിനെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചിട്ടേ ഇല്ല. അങ്ങനെ ആലോചിച്ചിട്ടുമില്ല. ഞങ്ങളങ്ങനെ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുമില്ല. എന്നാൽ വെറുതെ നിന്ന് ഞങ്ങളെയാണ് ഈ പോലീസ് പിടിച്ചുകൊണ്ട് അകത്ത് വന്നിട്ടുള്ളത്. നിലവിലെ LDF സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള നല്ല രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ നല്ല പ്രവർത്തനങ്ങളും കാര്യങ്ങളും എല്ലാം വൃത്തിയായി ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ചില ഉദ്യോഗസ്ഥർ ഇതിനെയെല്ലാം നാണം കെടുത്തുന്നതിന്, സർക്കാരിനെ അടക്കം നാണം കെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചില നിലപാടുകൾ എടുക്കുന്നുണ്ട്. അത് ശരിയായിട്ടുള്ള നിലപാടല്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ മുമ്പോട്ട് പരാതിയായിട്ട് പോകും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഇവിടെ വന്നപ്പോഴും നമ്മളോടൊരു പോലീസുകാരൻ വളരെ മോശമായ രീതിയിലാണ് പെരുമാറിയത്. നമ്മൾ ചോദിച്ചു എന്തിനാണ് പിടിച്ചുകൊണ്ട് വന്നതെന്ന് ചോദിച്ചാൽ നിന്നെയൊക്കെ കരുതൽ തടങ്കലിലാണ് പിടിച്ചുകൊണ്ട് വന്നത് എന്നുള്ള രീതിയിലാണ്. ഞാനും ഒരു പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. ഞങ്ങളിവിടെ വന്ന് എല്ലാവരെയും സാറേ എന്നാണ് വിളിച്ചത്. എന്നാൽ ആ ഒരു മര്യാദ പോലും കാണിക്കാതെ നമ്മളോട് വളരെ മോശമായിട്ടാണ് ഇവിടെ നിന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഞങ്ങളോട് ഇടപെട്ടിട്ടുള്ളത്. അതിനടക്കം പരാതിയായി മുമ്പോട്ട് പോകുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത്. ഞാനെന്താ സംസാരിച്ചിട്ടുള്ളത്